ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ അതുമായി സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ സിലബസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് സിലബസ്. കോഡ് വരുന്നത് 431/2023 ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു കോഡ് വരുന്നത്. അപ്പോൾ +2 അതുപോലെ തന്നെ MLT ഉള്ളവർക്കൊക്കെ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ദെൻ സിലബസിൽ പറയുന്ന 50 മാർക്ക് +2 ഹയർ സെക്കൻഡറി സിലബസാണ്. ദെൻ 50 മാർക്ക് MLTയുടെ ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ MLTയിലെ ഫസ്റ്റ് മോഡ്യൂൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂളാണ് ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന എന്താണ്, നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്. അതാണ് നമുക്ക് ലബോറട്ടറിയിൽ ഒരുപാട് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിനകത്ത് അതിനെ കെമിക്കൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കണം. പിന്നെ ഹസാർഡ് സിമ്പിൾസ്. അപ്പോൾ അതിനകത്ത് വാർണിംഗ് സിമ്പിൾസ് വരുന്നുണ്ട്, പിന്നെ സേഫ്റ്റി സിമ്പിൾസ് വരുന്നുണ്ട്. ദെൻ പ്രിക്കോഷൻസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രിക്കോഷൻസ്, പിന്നെ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ, പിന്നെ ജനറൽ ഗ്ലാസ് വെയർസ്, ന്യൂ ഗ്ലാസ് വെയർസ്, പിന്നെ ബ്ലഡ് സ്റ്റെയിൻ സ്ലൈഡ്സ്, കൾച്ചർ പ്ലേറ്റ്സ്. അതുപോലെ തന്നെ ലബോറട്ടറി മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സയൻസ് സിമ്പിൾസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുന്നുണ്ടാവും ഇവിടെ ഫ്ലെയിമബിൾ, അതുപോലെ തന്നെ ഹാംഫുൾ ഓർ ഇറിറ്റൻ്റ് ഓർ കൊറോസീവ്, ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്, പോയ്സൺ, അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇതിനകത്ത് ആ കാണുന്ന ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ യെല്ലോ ബാക്ക്ഗ്രൗണ്ടും വരുന്നതൊക്കെ ഹസാർഡ് സിമ്പിൾസ് ആണ്, ഒരു വാർണിംഗ് സൈൻ പോലെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് അപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിക്ചർ ബ്ലാക്ക് കളർ ആയിരിക്കും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ, അതല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പിക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ സേഫ്റ്റി സിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറായിരിക്കും പിക്ചർ, ദെൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറായിരിക്കും, പിന്നെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ദെൻ പ്രൊഹിബിറ്ററി സിമ്പിൾസ് വരുന്നത്, പ്രൊഹിബിഷൻ എപ്പോഴും ഒരു വെട്ടുണ്ടായിരിക്കും അതിൻ്റെ മേലെ കൂടെ. അപ്പോൾ ഒരു റെഡ് കളറിൽ റൗണ്ട് എഡ്ജ് ആയിരിക്കും, ദെൻ ഒരു ഡയഗണൽ ഉണ്ടായിരിക്കും, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 തരമാണ്. ഹസാർഡ് സിമ്പിൾസ് ഉണ്ട്, സേഫ്റ്റി സിമ്പിൾസ് ഉണ്ട്, പ്രൊഹിബിറ്ററി സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും പിക്ചർ കാണിച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല, ജസ്റ്റ് നോക്കി വെച്ചോളൂ. ഇത് MLTയുടെ മൊഡ്യൂളിനകത്തുള്ളതാണ്. ദെൻ ഇനി നമുക്ക് കെമിക്കൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ഫ്ലെയിമബിൾ കെമിക്കൽസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എസറ്റോൺ, ആൽക്കഹോൾ, ഈതർ, സൈലിൻ. ഇത്രയാണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ്. ഫ്ലെയിമബിൾ എന്ന് പറയുന്നത് കത്തുന്ന കെമിക്കൽസാണ്. ദെൻ കൊറോസീവ്. അപ്പോൾ കൊറോസീവ് ആയിട്ടുള്ളതിൽ ആസിഡ്, ആൽക്കലി, അതുപോലെ തന്നെ ഫീനോൾ വരുന്നുണ്ട്. ദെൻ ഓക്സിഡൈസിങ് കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ് ഒക്കെ ഓക്സിഡൈസിങ് കെമിക്കൽസാണ്. അപ്പോൾ ഈ പേരുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ എക്സ്പ്ലോസീവ് കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് പിക്രിക് ആസിഡാണ് വരുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എക്സാമ്പിൾ ഐസോടോപ്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് അയഡിൻ്റെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും ഐസോടോപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കാർസിനോജനിക് കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ബെൻസൈഡിൻ, ടൊളുയിഡിൻ, ദെൻ സെലനൈറ്റ്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് പൊട്ടാസ്യം സയനൈഡാണ്. ഇനി അപ്പോൾ ഇവിടെ എത്ര തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക്? ഫ്ലെയിമബിൾ 1, പിന്നെ കൊറോസീവ്, അതുപോലെ തന്നെ ഓക്സിഡൈസിങ് കെമിക്കൽസ് വരുന്നുണ്ട്, പിന്നെ എക്സ്പ്ലോസീവ് കെമിക്കൽസ് വരുന്നുണ്ട്, ദെൻ റേഡിയോ ആക്റ്റീവ്സ് വരുന്നുണ്ട്, കാർസിനോജനിക്, അതുപോലെ തന്നെ ടോക്സിക്. അപ്പോൾ ഒരു 7 ടൈപ്സ് ഓഫ് കെമിക്കൽസിൻ്റെ ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇതൊക്കെ ഹസാർഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഫിസിക്കൽ ഹസാർഡ്, അതുപോലെ തന്നെ കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കെമിക്കൽസൊക്കെ നമ്മൾ സേഫായിട്ട്
ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താണ് ഹസാർഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു കെമിക്കൽസിൽ നിന്നുള്ള സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് നമുക്ക് നോക്കണം. അപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡു നോട്ട് ഓപ്പൺ ചെയ്യാതെ ഫ്ലെയിം. അപ്പോൾ ഫ്ലെയിമിൻ്റെ അടുത്ത് എന്താണ് ഇത് ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ പ്രൂഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഗ്രൗണ്ട് ലെവലിൽ വേണം ഇത് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഹാൻഡിൽ അവേ ഫ്രം ദി ഡയറക്റ്റ് ഫ്ലെയിം. അതുപോലെ എന്താണ് ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്ന് നീക്കിയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രൗണ്ട് ലെവലിൽ വേണം വെച്ച് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമബിൾ കെമിക്കൽ. അതുപോലെ തന്നെ ഫയർ പ്രൂഫ് സ്ഥലത്ത് വേണം. പിന്നെന്താണ് ഫ്ലെയിമിൻ്റെ അടുത്ത് വെച്ച് ഇത് ഓപ്പൺ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദെൻ ഈ കൊറോസീവ് കെമിക്കൽസ് വരുമ്പോൾ എങ്ങനെയാണ് ഡു നോട്ട് ആഡ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. കൊറോസീവ് കെമിക്കൽസിലേക്ക് എന്താണ് വാട്ടർ ആഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ദെൻ ആംബർ കളറായിട്ടുള്ള ബോട്ടിലിൽ വേണം ഈ കൊറോസീവ് കെമിക്കൽസ് സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊറോസീവ് കെമിക്കൽസ് ഏതൊക്കെയായിരുന്നു? ആസിഡ്, ആൽക്കലി, ദെൻ ഫീനോളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഏത് ബോട്ടിലിൽ വേണം സൂക്ഷിക്കാൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ആംബർ കളറായിട്ടുള്ള ബോട്ടിലിൽ വേണം സൂക്ഷിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് ഇതും സൂക്ഷിക്കേണ്ടത്. അടുത്തത് എക്സ്പ്ലോസീവ് കെമിക്കൽസ് പറയുന്നത് എന്താണ്? നെവർ ലെഫ്റ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. അപ്പോൾ ഡ്രൈ സ്റ്റേറ്റിൽ സൂക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോപ്പർലി ട്രെയിൻഡ് പേഴ്സൺസ് ഓൺലി. ഇതെന്താണ് ഇത് പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ ഈ കാർസിനോജൻ എന്ന് പറയുമ്പോൾ എന്താണ് കാർസിനോജനിക് കെമിക്കൽസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നർ. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വേണം ഇത് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ ഈ എന്താണ് കാർസിനോജനിക് കെമിക്കൽസ് മിനിമം എക്സ്പോഷറിൽ വേണം കെപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കൊറോസീവ് കെമിക്കൽസിലേക്കല്ല ആസിഡുകളിലേക്ക് വെള്ളം ഒഴിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ലബോറട്ടറിയിൽ വരുന്ന ഹസാർഡ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ എന്താണ് മൗത്ത് പിപ്പറ്റിങ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതൊരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓവറോൾ സേഫ്റ്റി മെഷർ എന്നുള്ള ലെവലിൽ നമ്മളെന്താണ് ഈ ഒരു സയൻസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെന്താണ് അവെയർ ആയിരിക്കണം. ഈ ഹസാർഡസ് ആയിട്ടുള്ള സയൻസ്, അതുപോലെ തന്നെ ലബോറട്ടറി കെമിക്കൽസ്, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്സ്. അപ്പോൾ ലബോറട്ടറിയിൽ കോസ് ചെയ്യാനുള്ള ഹസാർഡ്സിനെ കുറിച്ച് എന്താണ് അതിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് തന്നെ എന്താണ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പോൾ ഒരു ലബോറട്ടറിയിൽ എപ്പോഴും എന്താണ് ഒരുപാട് ടൈപ്സ് ഓഫ് വേസ്റ്റ്സ് ഫോം ചെയ്യും. അപ്പോൾ അതിനകത്ത് ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റിനെ കുറിച്ച് അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് അപകടങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നൽകണമെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഈ ഒരു മൊഡ്യൂളിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നമുക്ക് ഹസാർഡ്സ് നോക്കാം. അപ്പോൾ ഹസാർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ് ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് കട്ടിങ് വിത്ത് ബ്രോക്കൺ ഗ്ലാസ് വെയർ. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യെങ്ങാനും ബ്രോക്കൺ ഗ്ലാസ്, ഇപ്പോൾ എന്തെങ്കിലും ഗ്ലാസ് വെയർ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഇഞ്ചുറി കോസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താണ് അതൊരു ഫിസിക്കൽ ഹസാർഡാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താണ് ഷോക്ക് അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഫോളിങ് ഓൺ വെറ്റ് ഫ്ലോർ. പിന്നെ നമ്മൾ ലാബിനകത്ത് എപ്പോഴും വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്ലോറിൽ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ബേൺസ് ആൻഡ് സ്കാൾട്ട്. പിന്നെ എന്താണ് ഇപ്പോൾ ആസിഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്താണ് ബേണിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രിക് ഷോക്ക്, അതുപോലെ കട്ടിങ് വിത്ത് ബ്രോക്കൺ ഗ്ലാസ് വെയർ, ദെൻ ഇലക്ട്രിക്കൽ ഷോക്ക്, ഫോളിങ് ഓൺ വെറ്റ് ഫ്ലോർ, ബേൺസ്.
ഇനി ഇതിൽ തന്നെ ബേണിങ് കോസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെയിമബിൾ കെമിക്കൽസ് കൊണ്ട് നമുക്ക് എന്താണ് ബേണിങ് വരാം. അതുപോലെ തന്നെ ഈ ഫോൾട്ടി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ട്, അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഫോൾസ് കൊണ്ട് നമുക്ക് എന്താണ് ബേണിങ് സംഭവിക്കാം. ദെൻ കൊറോസീവ് കെമിക്കൽസ് കൊണ്ട് ബേണിങ് സംഭവിക്കാം. ദെൻ ഹോട്ട് ഡ്രൈ ഒബ്ജക്ട്സ് കൊണ്ടും സംഭവിക്കാം. ദെൻ ഹോട്ട് ലിക്വിഡ്സ്, ഇപ്പോൾ നമ്മളെന്താണ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാം, നമ്മൾ ഒരുപാട് ബോയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഹോട്ട് ലിക്വിഡ് കൊണ്ടും എന്താണ് നമുക്ക് ബേണിങ് സംഭവിക്കാം. ഇനിയിപ്പോൾ അതിനെതിരെയുള്ള പ്രിക്കോഷൻസ്, അപ്പോൾ നമ്മളെന്താണ് ഫിസിക്കൽ ഹസാർഡ്സിനെതിരെയുള്ള പ്രിക്കോഷൻസ് ആണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് പ്രോപ്പർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് ഓഫ് ഗ്ലാസ് വെയർ, അപ്പോൾ നമ്മളെന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഗ്ലാസ് വെയർ കൊണ്ടുള്ള ഇഞ്ചുറീസ് ആണ്. അപ്പോൾ അതൊക്കെ കോസ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് പ്രോപ്പറായിട്ട് അത് സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണം. ദെൻ അഡോപ്റ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിഫിക്കേഷൻ മെത്തഡ്, അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് പിന്നെ ഇപ്പോൾ ഒരു ലബോറട്ടറിയിൽ മൊത്തം വയറിങ് കൊണ്ട് എന്താണ് അതൊക്കെ നമ്മളെന്താണ് സ്റ്റാൻഡേർഡായിട്ട് വേണം ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് എന്താണ് ഈ ഇലക്ട്രിക്കൽ ഷോക്ക് അതുപോലെ തന്നെ ബേണിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ദെൻ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് ഓഫ് കെമിക്കൽസ്, അപ്പോൾ കെമിക്കൽസ് അതുപോലെ നമ്മൾ എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ദെൻ പ്രിവെൻറ്റ് സ്പില്ലേജ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്സ്, അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ്സ് എന്താണ് അത് സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻടേക്ക് ഒഴിവാക്കണം. ദെൻ യൂസ് ക്വാർട്സ് ചിപ്സ് ടു പ്രിവെൻറ്റ് വയലൻറ്റ് ബോയിലിംഗ് ഓഫ് ലിക്വിഡ്സ്. ദെൻ യൂസ് തിക്ക് വാൾഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഫോർ ഹീറ്റിംഗ് പർപ്പസ്. യൂസ് ഹസാർഡ് സിമ്പിൾ. വയലൻറ്റ് ബോയിലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്വാർട്സ് ചിപ്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് തിക്ക് ഹോൾഡ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ഫ്ലാസ്കും ഹീറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അടുത്ത വരുന്നത് എന്താണ് കെമിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ കെമിക്കൽ ഹസാർഡ്സ് കാരണം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഫിസിക്കൽ കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ ഇൻജക്ഷൻ, ദെൻ ഇൻഹലേഷൻ ആണ്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ നമ്മൾ ലബോറട്ടറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെന്താണ് മണത്ത് നോക്കാനൊക്കെ ശ്രമിക്കും. കെമിക്കൽസ് ഒക്കെ കിട്ടിയാൽ അതുപോലെ തന്നെ സോൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് കൈ കൊണ്ടൊക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് അതുപോലെ തന്നെ ഇൻജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്താണ് ഇതൊക്കെ കെമിക്കൽ ഹസാർഡ്സിന് കാരണമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രിക്കോഷൻ വരുന്ന അവെയർ ഓഫ് ദ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ലാബ് കെമിക്കൽസ്. അപ്പോൾ ലാബ് കെമിക്കൽസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ കെമിക്കൽസ് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഡൈല്യൂട്ടഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് അറിയാൻ സാധിക്കണം. ദെൻ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഫിസിക്കൽ ഹാസാർഡിൻ്റെ പ്രിക്കോഷനായിട്ടും പറഞ്ഞതാണ് എന്ത് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. ദെൻ മൗത്ത് പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്, അതുപോലെ തന്നെ എന്താണ് മൗത്ത് പിപ്പറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇഞ്ചക്ഷൻ വരാനുള്ളൊരു കോസാണെന്ത് മൗത്ത് പിപ്പറ്റിംഗ്. ദെൻ ഡേഞ്ചറസ് കെമിക്കൽസ് ആർ കെപ്റ്റ് സ്മോൾ എമൗണ്ട് ഫോർ റൊട്ടീൻ യൂസ്. അപ്പോൾ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് എന്താണ് നമ്മൾ സ്മോൾ എമൗണ്ടിൽ വേണം റൊട്ടീൻ യൂസിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ. ദെൻ യൂസ് ഹസാർഡസ് സിമ്പിൾസ് എന്നാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. ദെൻ ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ ഇതെന്താണ് ഇതിനൊക്കെ ബയോളജിക്കൽ ഹസാർഡ്സ് ഉള്ള കോസ് പറയുന്നത് എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ദെൻ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, പിന്നെന്താണ് മൈക്കോബാക്ടീരിയം. അപ്പോൾ ഈ മൈക്കോബാക്ടീരിയം കുഷ്ഠത്തിന് കാരണമാകുന്നതാണ്. ദെൻ ട്യൂബർകുലോസിസ്, അപ്പോൾ ദെൻ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ്. അപ്പോൾ ഈ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് പാർട്ട് അതുപോലെ തന്നെ ജെനിറ്റൽസിൻ്റെ ഒക്കെ ഓപ്പണിംഗ് പാർട്ടിൽ എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളൊരു വൈറസാണ് ഇത് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറസ് കാരണം എന്താണ് കോസ് ചെയ്യുന്ന ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. ദെൻ പിന്നെന്താണ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ഇതുകൊണ്ട് എന്താണ് ബയോളജിക്കൽ ഹസാർഡ്സ് സംഭവിക്കുക. അതുപോലെ തന്നെ നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ്, ദെൻ ലബോറട്ടറി ആനിമൽ ബൈറ്റ്സ് ക്യാൻ ഓൾസോ കോസ് ബയോ ഹസാർഡ്സ്. അപ്പോൾ എന്താണ് നമ്മൾ തന്നെ ഏതെങ്കിലും ലാബിനകത്തുള്ള
ആനിമൽസ് ബൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ബയോളജിക്കൽ ഹസാർഡാണ്. ജനറൽ പ്രിക്കോഷൻസ് ടു പ്രിവെൻറ്റ് ബയോളജിക്കൽ ഹസാർഡ്. അപ്പോൾ എന്താണ്, കൺസിഡർ ഓൾ സ്പെസിമെൻ ഇൻ ലബോറട്ടറി ആസ് എ പൊട്ടൻഷ്യലി ഡേഞ്ചറസ്. അപ്പോൾ എന്താണ്, ലാബിലുള്ള എല്ലാ സ്പെസിമെൻസും എങ്ങനെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രിക്കോഷ്യസ് മെഷേഴ്സ്, പ്രിക്കോഷനായിട്ടുള്ള മെഷേഴ്സാണ് ഈ പറയുന്നത്. ദെൻ യൂസ് ഗ്ലൗസ് ആൻഡ് മാസ്ക്, ആപ്രോൺ ആൻഡ് ഐ പ്രൊട്ടക്റ്റേഴ്സ് ഇൻ ദി ലബോറട്ടറി. അപ്പോൾ എന്താണ് ഗ്ലൗസ്, മാസ്ക്, അതുപോലെ ആപ്രോൺ, ദെൻ ഐ പ്രൊട്ടക്ടറൊക്കെ എന്താണ് ലാബിനകത്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് ബയോളജിക്കൽ ഹസാർഡ്സ് എതിരെ എന്താണ് പ്രിക്കോഷനായിട്ട്. ദെൻ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓർ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് വേസ്റ്റ് ഡിസ്പോസലും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. ദെൻ വാക്സിനേറ്റ് ലബോറട്ടറി സ്റ്റാഫ് അഗെയിൻസ്റ്റ് ദ ഇൻഫെക്ഷ്യസ് ഡിസീസ് ലൈക്ക് HBV. അപ്പോൾ എന്താണ് ലബോറട്ടറി സ്റ്റാഫ്സിനൊക്കെ എന്താണ് HBV പോലത്തെ വാക്സിനേറ്റ് ചെയ്യണം. ദെൻ മൗത്ത് പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ മൗത്ത് പിപ്പറ്റിംഗ് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഇതെന്താണ് ഈ ഒരു പോയിൻറ്റും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. പിന്നെ പറയുന്നത് എന്താണ്, ലാബിനകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കരുത്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ വേണ്ട, അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ് ആഫ്റ്റർ വർക്ക്, ക്ലീനിങ് ആൻഡ് ദ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വർക്ക് ബെഞ്ച് ആഫ്റ്റർ ഓൺ കംപ്ലീഷൻ ഓഫ് വർക്ക്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡൊക്കെ വാഷ് ചെയ്യണം, അതുപോലെ തന്നെ വർക്ക് ബെഞ്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബയോളജിക്കൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രിക്കോഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അടുത്തത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോൾട്ടി ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഇംപ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഫോൾട്ടി ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് കൊണ്ടൊക്കെയാണ് ഇലക്ട്രിക്കൽ എന്താണ് ഹസാർഡ്സ് കോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഈ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കൊണ്ട് എന്താണ് മൈനർ ബേൺസ് ഒക്കെ എന്താണ് സീവിയർ ഇഞ്ചുറി ആയിട്ട് മാറാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് വിച്ച് കോസ് ഡെത്ത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കൊണ്ട്. ദെൻ ജനറൽ പ്രിക്കോഷൻസ് ആർ പ്രിവെൻറ്റ് ടു ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഇൻ എ ലബോറട്ടറി. അപ്പോൾ ഇനി എന്തിനാണ് അതിനെതിരെയുള്ള പ്രിക്കോഷൻസാണ് നമ്മൾ നോക്കുന്നത്. ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് എല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ എന്താണ് ഗ്രൗണ്ട് ചെയ്യണം, പ്രോപ്പർലി ഗ്രൗണ്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് എർത്തിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. വെച്ചാൽ ഓവർലോഡ് സർക്യൂട്ട് ഷുഡ് ബി അവോയ്ഡഡ്, ഡു നോട്ട് യൂസ് എക്സ്റ്റൻഷൻ കോഡ്സ്. അപ്പോൾ എന്താണ് ഓവർലോഡ് സർക്യൂട്ട്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽഡ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. അപ്പോൾ എന്താണ് നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ, അതിപ്പോൾ ലബോറട്ടറിയിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും നനഞ്ഞ കൈ കൊണ്ടൊന്നും നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ദെൻ ഡു നോട്ട് ഡിസേബിൾ എനി ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് നമുക്ക് വീടിനകത്തായാലും അതല്ലാന്നുണ്ട് ഇപ്പോൾ ലാബിനകത്തായാലും ഒക്കെ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളെന്താണ് ഡിസേബിൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എക്സാമ്പിളായിട്ട് എന്താണ് ഗ്രൗണ്ടിങ് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് എക്സ്റ്റൻഷൻ കോഡൊക്കെ ഇങ്ങനെ ടു പിൻ വെച്ച് കണക്ട് ചെയ്യും. പക്ഷേ ആ എക്സ്റ്റൻഷൻ കോഡിൽ നമ്മളെന്താണ് 3 പിൻ പ്ലഗ് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള യൂസേജ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ദെൻ റിപ്പയർ സർവീസ് ഷുഡ് ബി ഡൺ ബൈ ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. അതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് വേണം റിപ്പയർ സർവീസൊക്കെ ചെയ്യിക്കാൻ. ദെൻ ഡു നോട്ട് യൂസ് എക്യുപ്മെൻറ്റ് ഫോർ എ ടാസ്ക് നോട്ട് ഡിസൈൻ ഫോർ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ എക്യുപ്മെൻറ്റ്സിനും ഓരോ ടാസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഡിസൈനിനനുസരിച്ച് വേണം എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ. ദെൻ ഡു നോട്ട് ലീവ് എക്യുപ്മെൻറ്റ്സ് സ്വിച്ച് ഓൺ വെൻ നോട്ട് ഇൻ യൂസ്. അതുപോലെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നാണ് സ്വിച്ച് ഓൺ ചെയ്ത് ഇടരുത്. ദെൻ ഫയർ ഇൻ ലബോറട്ടറി മേ ഒക്കോർ ഡ്യൂ ടു നേക്കഡ്. അടുത്ത് വരുന്നതാണ് ഫയർ ഹാസാർഡ്സ് വരുന്നത്. അപ്പോൾ അതെന്താണ് ഫയർ ഹാസാർഡ്സ് കോസ് ചെയ്യുന്ന അങ്ങനെ നേക്കഡ് ഫ്ലെയിംസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓവർലോഡിങ്, ദെൻ ഫ്ലെയിമബിൾ റിയാജൻറ്റ് ആൻഡ് സ്മോക്കിംഗ് ഇൻ ലബോറട്ടറി ആൻഡ് ജനറൽ പ്രിക്കോഷൻ. ദെൻ അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ നേക്കഡ് ഫ്ലെയിം, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓവർലോഡ്, പിന്നെ എന്താ ഫ്ലെയിമബിൾ റിയാജൻറ്റ്, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലെയിമബിൾ കെമിക്കൽസ്, ദെൻ ലബോറട്ടറിക്ക് അകത്ത് സ്മോക്ക് ചെയ്തുകൊണ്ടൊക്കെ എന്താണ് നമുക്ക് ഫയർ ഹാസാർഡ്സ് കോസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രിക്കോഷൻസ് വരുന്നത് എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ഫ്ലെയിംസ് യൂസ് ഹോട്ട് പ്ലേറ്റ്. അപ്പോൾ എന്താണ് ഓപ്പൺ ഫ്ലെയിംസിന് പകരം നമ്മളെന്താണ് ഹോട്ട് പ്ലേറ്റ്സ് യൂസ് ചെയ്യണം. ദെൻ സ്റ്റോപ്പ് ഫ്ലെയിമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് പ്രോപ്പർലി. അപ്പോൾ എക്സ്പ്ലോസീവ് ആൻഡ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ എന്താ എപ്പോഴും പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. ദെൻ ഇൻസ്റ്റാൾ ഫയർ extinguisher in laboratory or lab personnel should know the location of fire extinguisher and how to use it. എന്താണ്
ഫയർ എക്സ്റ്റിങ്വിഷർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലാ സ്റ്റാഫ്സും ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. ദെൻ എവിടെ കെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണം. പിന്നെ പറയുന്നത് എന്താണ്, ഇൻ കേസ് ഓഫ് ഫയർ എസ്കേപ്പ് ത്രൂ ദ ഫയർ എക്സിസ്റ്റ് റൂട്ട്. അപ്പോൾ ഫയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഫയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫയർ എക്സിറ്റ് റൂട്ട് വഴി എസ്കേപ്പ് ചെയ്യണം. ഇത്രയും പോയിൻറ്റ്സാണ് പറയുന്നത്. അടുത്തത് റേഡിയേഷൻ ഹസാർഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയേഷൻ കെമിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയേഷൻ എന്താണ് റേഡിയേഷൻ പുറത്തുവിടുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ റേഡിയേഷൻ കോസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് റേഡിയേഷൻ ഹസാർഡ്സിന് കാരണമാകുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് നോക്കാം. റേഡിയേഷൻ കോഴ്സ്ഡ് ബൈ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐസോട്ടോപ്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ കെമിക്കൽസിൻ്റെ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് കൊണ്ട്, അതുപോലെ തന്നെ വേരിയസ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് RI, അതായത് റേഡിയോ ഇമ്മ്യൂൺ അസേ, അതായത് ഡിമാൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻ ലബോറട്ടറി. ദെൻ എക്സ്റേ യൂണിറ്റ്സ്, അതായത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയർ. അപ്പോൾ എക്സ്റേ യൂണിറ്റ്, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻ്റ് ആണ്. എന്ത് റേഡിയേഷൻ പുറത്തുവിടുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് അത്, അതിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, നേരത്തെ പറഞ്ഞല്ലോ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. ദെൻ പിന്നെ അതിനെതിരെയുള്ള പ്രിക്കോഷൻസ്. അപ്പോൾ എന്താണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ലെഡ് ഷീൽഡ് കണ്ടെയ്നർ പ്രോപ്പർലി ലേബിൾഡ് വിത്ത് ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണ്, ലെഡ് ഷീൽഡ് കണ്ടെയ്നറിൽ വേണം ഇങ്ങനത്തെ എന്താ പറയുന്നത് കെമിക്കൽസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഓൺലി ട്രെയിൻഡ് സ്റ്റാഫ് ഈസ് പെർമിറ്റഡ് ടു ഹാൻഡിൽ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. അതുപോലെ തന്നെ എന്താണ്, ട്രെയിൻഡ് സ്റ്റാഫ്സിനെ വേണം എന്താണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ഹസാർഡ് സിമ്പിൾസ് യൂസ് ചെയ്യണം. ദെൻ സ്റ്റാഫ് ഷുഡ് വെയർ സേഫ്റ്റി സ്പെക്ടാക്കിൾസ്, ഡിസ്പോസബിൾ ഗ്ലൗസ് ആൻഡ് പേഴ്സണൽ ഡോസിമെറ്റ് എന്താണ് സ്പെക്ടാക്കിൾസ്, അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ അക്യുറേറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ ഫോർ യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. പിന്നെ എന്താണ്, ആക്യുറേറ്റ്ലി നമ്മളെന്താണ് ഇതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് യൂസേജിൻ്റെ അതുപോലെ തന്നെ ഡിസ്പോസലിൻ്റെ. ഇനി എന്താണ്, ഒരു ഹോളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സേഫ്റ്റി പ്രിക്കോഷൻസ് പേഴ്സണൽ ഹൈജീന് വേണ്ടി. അപ്പോൾ എന്താണ്, വെയർ ഗ്ലൗസ് ആൻഡ് ആപ്രോൺസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ യൂസ് ഐ പ്രൊട്ടക്ടർ ഇഫ് നെസസറി. Then do not eat, drink, apply cosmetic inside the laboratory. Then wear shoe or chapel inside the laboratory. Then avoid mouth pipetting. Wash hands properly before and performing laboratory experiment. Then disinfect the workbench before leaving the laboratory. Girls must put up hair inside the laboratory. Then carry minimum personal articles inside the laboratory. അപ്പോൾ തന്നെ ഇത് ജനറലായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് വേരിയസ് ഹസാർഡ്സിനെതിരെ ഉള്ള പ്രിക്കോഷൻസ് കണ്ടു കഴിഞ്ഞു. ജനറലായിട്ട് പറയുന്നത് ഗ്ലൗസ് യൂസ് ചെയ്യണം, ആപ്രോൺ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഇഫ് നെസസറി ആണെന്നുണ്ടെങ്കിൽ ഐ പ്രൊട്ടക്റ്റേഴ്സ് യൂസ് ചെയ്യണം. ദെൻ ലാബ്സിനകത്ത് നമ്മൾ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല, പിന്നെ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് ഒക്കെ എന്താണ് പ്രൊഹിബിറ്റഡ് ആണ്. ദെൻ പിന്നെന്താണ് ഷൂ അതുപോലെ തന്നെ ചെപ്പൽസ് യൂസ് ചെയ്യണം. അപ്പോൾ അത് സ്ലിപ്പ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്സ് ഒക്കെ കോസ് ചെയ്യാതിരിക്കാനും ഹീലുള്ള ഷൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. ദെൻ മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ആൻഡ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം. ദെൻ വർക്ക് ബെഞ്ച് ഡിസിൻഫെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഗേൾസ് മസ്റ്റ് പുട്ട് അപ്പ് ഹെയർ ഇൻസൈഡ് ദ ലബോറട്ടറി. ദെൻ പേഴ്സണൽ ബിലോങ്സ് ഒന്നും അധികം കരുതരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ബാക്കി കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.